ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റൈൻ എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് കാണിക്കുന്നത് ഹിയോണാണെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു മൂഡ് ഓഫിൽ അതൊക്കെ ആലോചിച്ചാൽ ഇരിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദോഹ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം ദോഹയ്ക്ക് തണുക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, നിനക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദോഹയാണെങ്കിൽ ഇന്ന് ചൂടായിരിക്കും, ഇന്ന് തണുപ്പുണ്ടാകത്തില്ല എന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ PT ഡ്രസ്സ് ഇടാതെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ PT കോട്ടാണെങ്കിൽ ദോഹയ്ക്ക് ഇടാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ ദോഹയും ഹിയോണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവർ ക്ലോസ് ആയി നിൽക്കുന്ന കണ്ടിട്ട് ടൈമിന് അവരുടെ അടുത്തേക്ക് എന്നിട്ട് സത്യം പറ, നിങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവരാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ടൈമിനാണെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ കല്യാണത്തിന് വരെ ഞാൻ വരും, പക്ഷേ ഇവിടെ ക്ലാസ്സിൽ കിടന്നിട്ട് ഇത്രയൊന്നും കാണിച്ച് കൂട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എന്ത് പറ്റി, നിനക്ക് ജലസാണോ, നിനക്ക് ആരെയും കിട്ടാത്തതുകൊണ്ട് നീ സിംഗിളായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ നിനക്കാണെങ്കിൽ ജലസ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടൈമിനാണെങ്കിൽ എനിക്കാരെയും കിട്ടാത്തതൊന്നുമല്ല, നമ്മളിപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുകയല്ലേ, അതുകൊണ്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് ആരെയും വേണ്ടാന്ന് വെച്ചേക്കാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് മക്കൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് കഷ്ടപ്പെടണ്ട, നീ ജലസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ടീമിനൊന്നും ജലസാക്കാനായിട്ട് ദോഹേനെ അടുത്തേക്ക് പിടിച്ചു നിർത്തുന്നുണ്ട്. ആ സമയം ടീമിൻ എനിക്കിതൊന്നും കാണണ്ടേന്ന് പറഞ്ഞിട്ട് അവനങ്ങ് സീറ്റ് ചെന്നിരിക്കുകയാണ്. ആ സമയം ദോഹയാണെങ്കിൽ എന്തോ ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ചപ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ അത് പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞത് കള്ളമൊന്നുമല്ലല്ലോ, നമ്മൾ ശരിക്കും ഡേറ്റിംഗ് ആണല്ലോ, അത് പിന്നെ നിനക്ക് നമ്മൾ ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാൻ താല്പര്യമില്ലെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ദോഹയാണെങ്കിൽ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് നീ എൻ്റേതാണെന്ന് വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ നിനക്ക് എപ്പോഴാണ് ഇത്രയും ധൈര്യമൊക്കെ വന്നത്, ഒന്ന് മര്യാദയ്ക്കിരുന്നേന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്നുണ്ട്. ടീച്ചറിനെ കാണുമ്പോഴത്തേക്കും ടീച്ചർ വഴക്ക് പറഞ്ഞതിൻ്റെ ആ ഒരു സങ്കടം നല്ലതുപോലെ തന്നെ ഹിയോണിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. ദോഹ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടൈമിലെല്ലാം ഹിയോൺ ടീച്ചറിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതെല്ലാം തന്നെ ദോഹ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ ഇറങ്ങുമ്പോഴത്തേക്കും ഹിയോൺ ഉടനെ തന്നെ ടീച്ചറിനോട് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം ഹിയോണാണെങ്കിൽ ടീച്ചർ പഠിക്കാൻ തന്ന ആ ഒരു ബുക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഹിയോണാണെങ്കിൽ അത് പിന്നെ ടീച്ചർ എന്നെ കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ലീസോരീനെ ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ആക്ച്വലി നമ്മളവന് സംസാരിക്കുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ടീച്ചർ അതെനിക്കറിയാം, നീ അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞെന്ന് വെച്ചപ്പോൾ ടീച്ചറാണെങ്കിൽ അത് പിന്നെ നീ അവളെ കരയിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ക്ലാസ്സിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനോട് ദേഷ്യപ്പെട്ടത്, പിന്നെ നീയാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്, നീയാണ് ക്ലാസ്സിലെ പ്രസിഡൻറ്റും, അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്കും സങ്കടം വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചറിന് തന്നോട് ദേഷ്യമില്ലെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഹിയോണിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയം ഹിയോൺ ടീച്ചറിൻ്റെ പുറകെ ഇറക്കിപ്പോയത് കണ്ടിട്ട് ദോഹയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വന്നിരിപ്പുണ്ട്. അതിനുശേഷം പിന്നീട് ഹിയോൺ തിരിച്ച് ക്ലാസ്സിലേക്ക് വരാണ്. അടുത്ത പീരീഡ് എന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റഡി ആയിരുന്നു. ദോഹയും ഹിയോണും ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടും ഹിയോൺ ഇപ്പോഴും തൻ്റെ ക്രഷായിട്ടുള്ള ടീച്ചറിൻ്റെ പുറകെ നടക്കുന്ന കണ്ടിട്ട് ദോഹയ്ക്കാണെങ്കിൽ ഇപ്പം നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡ് സ്റ്റാർട്ടാകുമ്പോൾ ദോഹ ഹിയോണിൻ്റെ അടുത്തിരിക്കാതെ ടൈമിൻ്റെ അടുത്ത് വാ നമുക്ക് സീറ്റ് മാറാം, നീ എൻ്റെ സീറ്റിൽ ചെന്നിരിക്കും, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവ സീറ്റ് മാറിയിരിക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ദോഹയും ഹിയോണും ടൈമിനും ലീസോരിയൊക്കെ വീട്ടിൽ പോകുന്ന ടൈമിന് ടൈമിനാണെങ്കിൽ വാ നമുക്ക് കറങ്ങാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബാക്കി മൂന്നുപേരും ഇല്ല, വീട്ടിൽ പോയിട്ട് പഠിക്കണമെന്നൊക്കെ തന്നെ പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് നമുക്ക് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ലീസോരി ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. ടൈമിനാണെങ്കിൽ ലീസോരിനെ ഭയങ്കര ഇഷ്ടമാണ്, അവരത് ഓപ്പണായിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഒന്ന് പോടാ ചെക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. ലീസോരി ഇപ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ടൈമിൻ ഹാപ്പി ആയിട്ട് അവളെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതേ ടൈമിന് ഹിയോണിൻ്റെ അടുത്ത് ദോഹയാണെങ്കിൽ നീയും അവൻ്റെ കൂടെ പോകാത്ത എന്തേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ എനിക്ക് മൂടൊന്നുമില്ല, പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ദോഹയുടെ കൈ പിടിക്കാൻ പോകുമ്പോൾ ദോഹ ഇപ്പോഴും ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ കൈ പിടിക്കാൻ സമ്മതിക്കാതെ കൈ അങ്ങ് മാറ്റിക്കളയാണ്. ആ സമയം ഇത് ശ്രദ്ധിച്ചിട്ട് ഹിയോണാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കണക്കിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് നടന്നു പോവുകയാണ്. അതിനുശേഷം പിന്നീട് ഹിയോൺ അവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് എന്തുകൊണ്ടാണ് എൻ്റെ പാർട്ട്ണർ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും അവനത് എടുത്ത് നോക്കുന്ന ടൈമിന് അതിൻ്റെ അത് കിടക്കുന്ന ഓപ്ഷൻസിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഡേറ്റ് ചെയ്യുന്നത് അയാൾ റിഗ്രറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം,
അയാൾ നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് കരുതി കാണാം. അതുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ദോഹ ഇപ്പോൾ അവൻ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ദോഹ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ടൈമിൻ എന്നെ കാണാൻ ലുക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഹിയോൺ. ആ സമയം ടൈമിൻ ഇല്ല, നിന്നെ കാണാൻ ഭയങ്കര മോശമാണ്, നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ലുക്ക് എന്നെയാണ്, ഞാൻ കഴിഞ്ഞിട്ട് വേറെ ഏത് ചെക്കനും വരത്തുള്ളൂ, ഞാനാണ് സൂപ്പർ ഹാൻസം എന്നൊക്കെ പറയുന്നുണ്ട്. ഹിയോണപ്പോൾ അവൻ സീരിയസ് ആയിട്ട് ഒരു മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഹിയോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയം ടീം നീ എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോൾ ഹിയോണാണെങ്കിൽ ഞാൻ ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ദോഹ കേൾക്കുന്നുണ്ടായിരുന്നു. ദോഹ നേരത്തെ ദേഷ്യം വന്നിരിക്കുന്നത് ഇവൻ ടീച്ചറിനെ കാണാനായിട്ട് പോയതുകൊണ്ടാണ്. അവനിപ്പോൾ വീണ്ടും ടീച്ചറിൻ്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട് തന്നെ. ദോഹയ്ക്കാണെങ്കിൽ വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഇതേ ടൈമിന് ഹിയോണാണെങ്കിൽ ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായിട്ട് ടീച്ചറാണെങ്കിൽ എന്ത് പറ്റി, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹിയോണാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുവാണ്, ഞാൻ എങ്ങനെയാണ് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് വീണ്ടും പോയി മിണ്ടേണ്ടതെന്ന്. ആ സമയം ടീച്ചറാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല, എന്നെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുന്നു, എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടും അയാൾ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ നീ എന്താണ് റീസൺ എന്ന് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, ഒരുപക്ഷെ ആ ആൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പിന്നെ ആ ഒരു ഫ്രണ്ടിനെയാണോ നിനക്കിഷ്ടം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നുമില്ല അത് ഹിയോൺ അങ്ങ് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി വിടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഹിയോൺ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ദോഹ അതുവഴി നടന്നു പോകുന്നത് കാണുന്നത്. ആ സമയം ഹിയോണാണെങ്കിൽ ദോഹയോട് സംസാരിക്കാൻ വരുമ്പോൾ ദോഹയാണെങ്കിൽ നീ ടീച്ചറിനെ കാണാനായിട്ട് എപ്പോഴും ഇങ്ങനെ ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടാണോ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരുന്നത്, ആ ഒരു റീസൺ കൊണ്ടാണോ നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹയ്ക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഹിയോണിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഹിയോൺ അങ്ങനെ അപ്പോൾ നീ ജലസായതാണല്ലേ, ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു, നിനക്ക് എൻ്റെ അടുത്ത് അതിനുള്ള ദേഷ്യമാണെന്ന് കരുതിയിട്ട് ഞാനങ്ങ് പേടിച്ചിരിക്കുമായിരുന്നു, ഇത്രയേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദോഹേനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ ഇതത്ര ചെറിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് ദോഹ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ദോഹ ഇൻ്റർവെൽ ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തൊരിടത്ത് വന്നിരിക്കുകയാണ്. ആ സമയമാണ് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച് വന്നിട്ട് ദോഹയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ ദോഹ സോറി എനിക്ക് ഓൾറെഡി ഒരാൾ ഇഷ്ടമുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ പെങ്കൊച്ച് എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട്. ഇതേ ടൈമിന് ടീമിനും ഹിയോണും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പെങ്കൊച്ച് ഇവനെ പ്രപ്പോസ് ചെയ്യുന്നതും ഇവൻ റിജക്റ്റ് ചെയ്യുന്നതും ഒക്കെ അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീമിനാണെങ്കിൽ ലീസോരിയുടെ അടുത്തൊക്കെ തന്നെ ആ ഒരു പെങ്കൊച്ച് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്, ഇവൻ എങ്ങനെയാണ് മറുപടി കൊടുത്തത് എന്നെല്ലാം തന്നെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ടീമിനാണെങ്കിൽ ദോഹയുടെ അടുത്ത് നീ ആ പെങ്കൊച്ചിനെ റിജക്റ്റ് ചെയ്യുന്ന ടൈമിന് നിനക്ക് മറ്റൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ലീസോരിക്ക് ദോഹയും ഹിയോണും ഡേറ്റിംഗ് ആണെന്ന് അറിയാമെങ്കിലും ടീമിന് അത് ഇതുവരെ അറിയത്തില്ല. ആ സമയം ദോഹ എന്തോ പറയാൻ വരുന്നതും പെട്ടെന്ന് തന്നെ ഹിയോണാണെങ്കിൽ ദോഹ ക്ലാസ് കഴിഞ്ഞിട്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യണം, എനിക്കിതിനോട് സംസാരിക്കേണ്ടതെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരൊരു സ്ഥലത്ത് ചെന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഹിയോണിനാണെങ്കിൽ സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദോഹയ്ക്ക് ഇപ്പോഴും ഹിയോണിൻ്റെ അടുത്ത് ചെറിയൊരു ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ദോഹയാണെങ്കിൽ ഹിയോണിന് കഴിക്കാനായിട്ട് സ്പൈസി നൂഡിൽസ് തന്നെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ സമയം ഹിയോണിനെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നിന്നെ ദേഷ്യം പിടിപ്പിക്കത്തില്ല എന്ന്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല നീ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടൊരു ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഹിയോൺ ദോഹയിരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം ഹിയോൺ പറയുന്നുണ്ട് നിൻ്റെ ഫീലിങ്സ് ഞാൻ കുട്ടികളിയായിട്ടല്ല എടുത്തേക്കുന്നത്, സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, പിന്നെ ഇനി ഒരു ആവശ്യമില്ലെങ്കിൽ ഞാൻ വെറുതെ ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് പോകത്തില്ല, ഞാൻ നിന്നെ വിഷമിപ്പിക്കത്തില്ല, ഇപ്പം ഇങ്ങനെ ചെയ്തതിന് സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ദോഹ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് ഹിയോൺ. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ ദോഹ ഹിയോണിന് കവളൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഹിയോൺ വീട്ടിലേക്ക് എത്തിയിട്ട് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്ന ടൈമിലാണ് ദോഹ അവനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിന് ദോഹയാണെങ്കിൽ ഞാനാണെങ്കിൽ ആ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഹിയോണാണെങ്കിൽ ഏത് ഫോട്ടോസ് എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് അവരിന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരുമിച്ച് നിന്നെടുത്ത് 2-3 ഫോട്ടോസ് ദോഹ അയക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഫോട്ടോസിൽ ദോഹയും ഹിയോണും ഒരുമിച്ച് നിൽക്കുന്നതിൽ ഹിയോണിൻ്റെ മുഖം അവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൈ മാത്രം വരുന്ന ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദോഹയും മറ്റൊരാളുടെ കൈയും മാത്രമേ അതിൻ്റെ അത് കാണാൻ പറ്റുന്നുള്ളൂ. അത് കാണുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ എന്നെ എന്തിനാ കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് വെച്ചപ്പോൾ ദോഹയാണെങ്കിൽ അത് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിന് നീ ഞാനോട് ഒരുമിച്ചുണ്ടായിരുന്നെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ എന്തു പറ്റി, നമ്മുടെ റിലേഷൻഷിപ്പ് ബാക്കിയുള്ളവർ അറിയുന്നില്ല, നിനക്ക് താല്പര്യമില്ലെന്ന് ചോദിച്ചപ്പോൾ ദോഹ എനിക്കറിയത്തില്ല, ഒരു ഭാഗം വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കാണെങ്കിൽ അത് എല്ലാവരും അറിയിക്കണമെന്നുണ്ട്, എന്നാൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ആരും അറിയണ്ടെന്നും ആഗ്രഹമുണ്ട്.
ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലോ എന്ന് പറയുന്ന ടൈമിന് ഹിയോണാണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിന് ആൺകുട്ടികളെയാണ് ഇഷ്ടം. അതറിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് ആ ഒരു ആളെ കളിയാക്കി. ആ സമയം എൻ്റെ ചേട്ടനാണെങ്കിൽ അവരെല്ലാത്തിനെയും ശരിയാക്കി. അതേപോലെ തന്നെ നിന്നെ ആരെങ്കിലും ഇത് പറഞ്ഞ് കളിയാക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാത്തിനെയും ഞാൻ ശരിയാക്കിക്കോളാം, നീ അതൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹ ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കട്ട് ചെയ്ത ഹിയോണിൻ്റെ മുഖം ഇല്ലാത്ത ആ ഒരു ഫോട്ടോ തന്നെയാണ് ദോഹ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയം ടീമിനൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരുടെ കൂടെ ഡേറ്റിന് പോയത് സത്യം പറയാമെന്നൊക്കെ. അതേ ടൈമിന് ജുൻസോ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവനെ ഫോളോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ഇടാണ്. ആ ഒരു കാര്യം കൂടെ ദോഹ ശ്രദ്ധിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റിട്ടേൺ ബൈ.